നമസ്കാരം. ഇറാന്റെ മൊജ്തബ ഖമേനിയെയും കൊന്നു. ഇറാൻ ഭരണം പിടിച്ചെടുക്കാൻ അമേരിക്ക. മൊജ്തബ ഖമേനി എന്ന ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് കോമ സ്റ്റേജിലാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊന്നുകളഞ്ഞു ആ പരമോന്നത നേതാവിനെ കൂടി. ഇറാനിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദ ടൈംസ് പത്രമാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 56-കാരനായ മുസ്തഫ ഖമേനിയും നഗരത്തിലെ അതീവ സുരക്ഷാ വിഭാഗത്തിൽ കോമയിലാണ് എന്നും രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് നിലവിൽ സാധിക്കുന്നില്ല എന്നതുമാണ് പുറത്തുവരുന്ന നയതന്ത്ര മെമ്മോകൾ സൂചിപ്പിക്കുന്നത് എന്നതാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പിതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് മുസ്തഫ ഖമേനിക്കും പരിക്കേറ്റത് എന്നതാണ്. ഈ ആക്രമണത്തിൽ അലി ഖമേനിയും മുസ്തഫയുടെ ഭാര്യ ഹദ്ദാദും കൊല്ലപ്പെട്ടിരുന്നു. മുസ്തഫയുടെ കാലിന് നിസ്സാര പരുക്കേ ഉള്ളൂ എന്നായിരുന്നു അന്ന് ഇറാൻ ഭരണകൂടം പുറത്തറിയിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ സ്ഥിതിയിലാണ് ഇപ്പോൾ മുസ്തഫ ഖമേനി. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ഇപ്പോൾ തന്നെ ഈ വാർത്തകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. സത്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെയും ആയത്തുള്ള അലി ഖമേനിയെ കൊന്നതിനോടൊപ്പം തന്നെ മുസ്തഫ ഖമേനിയെയും ആ ഇസ്രായേലുകാർ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. മുസ്തഫ ഖമേനി അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്ന 2 പ്രസ്താവനകൾ ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകർ അത് വായിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ ആണവ നിലയത്തിന്റെ ഈ മാപ്പ് പരിശോധിക്കുന്ന മുസ്തഫയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നുവെങ്കിലും അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന് വിദഗ്ധരടക്കം കണ്ടെത്തി കഴിഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ ഇതോടുകൂടി പരാജയപ്പെടുകയായിരുന്നു. നിലവിൽ റവല്യൂഷണറി ഗാർഡ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരും മതനേതാക്കളും ചേർന്നാണ് ഇറാന്റെ ഭരണകാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ മൃതദേഹം നിലവിൽ ഖുമിലാണുള്ളത്. കുടുംബത്തിലെ ഭൂരിഭാഗം പേരെയും അടക്കം ചെയ്യുവാനുള്ള സൗകര്യത്തോടെ ഖുമിൽ വലിയ സ്മാരകം നിർമ്മിച്ചു വരികയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചത് എന്ന് ഔദ്യോഗിക വിശദീകരണമുണ്ട് എങ്കിലും മുസ്തഫയുടെ ആരോഗ്യനിലയും രാജ്യത്തിന്റെ സ്ഥിതിയും അത് അസ്ഥിരമായിട്ടുള്ള സാഹചര്യമാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞത്. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന് ഉടലെടുത്ത ഈ ശൂന്യത പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കൊല്ലപ്പെട്ടതുപോലെ തന്നെയാണ് ഖമേനി. ജീവിച്ചിരിക്കുന്നത് ജീവച്ഛവമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറുന്ന തരത്തിലേക്ക് മുസ്തഫ ഖമേനി എത്തി എന്നതാണ് അമേരിക്കൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അതുപ്രകാരമാണെങ്കിൽ 56-കാരനായ മുസ്തഫ ഖമേനിയുടെ ആരോഗ്യനില എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. പിതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്ന് അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് വാർത്തകളുടെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന ആക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും കൊല്ലപ്പെട്ടത് എന്നതാണ്. നേരത്തെ പുറത്തു വന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മുസ്തഫയുടെ കാലിന് നിസ്സാരമായിട്ട് പരിക്കേറ്റു എന്നായിരുന്നു ഭരണകൂടം അറിയിച്ചിരുന്നത്. എന്നാൽ പിതാവിനും ഭാര്യയ്ക്കും മകനുമൊപ്പം ഇദ്ദേഹം താമസിച്ചിരുന്ന കോമ്പൗണ്ടിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഖമേനി കുടുംബത്തിലെ ഭൂരിഭാഗം പേരും അന്ന് കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി പങ്കുവച്ചതും ദ ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള പുതിയ നയതന്ത്ര മെമ്മോ പ്രകാരം മുസ്തഫ ഖമേനി നിലവിലെ ഈ ഖൂം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് എത്രത്തോളം ആധികാരികതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ചത്തതിനൊക്കെയുമേ ജീവിച്ചിരിക്കലും എന്നൊരവസ്ഥയിലാണ് ഖമേനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയല്ല. ബോധരഹിതനായി തുടരുകയാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. യുദ്ധത്തിന്റെ തുടക്കം മുതലുള്ള പരിക്കാണോ അതോ പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന് വ്യക്തമല്ല താനും. പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മുസ്തഫയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് പലപ്പോഴും ഈ തരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാക്കുന്നത് എന്നതാണ്. ഇറാന്റെ മുസ്തഫ ഖമേനിയെയും ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നുകൊണ്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇനിയൊരു പരമാധികാരി ഉണ്ടാകുന്നത് വരെയും
ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുവാനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്.